ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് PGൻ്റെ അടിപൊളി ഒരു എയർ ഫ്രയറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ്. ഇത് റീസ്റ്റോറേഷൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി സ്ക്രാപ്പിൽ നിന്നും 400 രൂപയ്ക്കാണ് വാങ്ങിയത്. അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് 400 രൂപ ആയത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ എയർ ഫ്രയർ PGN എന്ന കമ്പനിയുടെ 1350 വാട്ട്സിൻ്റെ ആയിരുന്നു. ഇതിലുണ്ടായിരുന്ന മാനുഫാക്ചറിംഗ് ഡേറ്റ് 2015 ആണ്. അപ്പോൾ ഏകദേശം 10 വർഷത്തിൻ്റെ അത്രയും പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹീറ്റും ടൈമും എല്ലാം സെറ്റ് ചെയ്യണ കൺട്രോൾസ് എല്ലാം മാനുവൽ ടൈപ്പ് ആയിരുന്നു, ഡിജിറ്റൽ ടൈപ്പ് അല്ലായിരുന്നു. ഇതിൻ്റെ അടിയിലൊക്കെ കവറൊക്കെ കുറേ പൊട്ടിയിരിക്കുമായിരുന്നു. അതൊക്കെ നമുക്ക് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സ്ക്രാപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി റീസ്റ്റോറേഷൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചിലതൊന്നും റെഡി ആകാറില്ല, അതിൻ്റെ വീഡിയോ ചെയ്യാറില്ലെന്നേ ഉള്ളൂ. മിക്കപ്പോഴും തന്നെ നല്ലതാണെന്ന് ഉറപ്പുള്ള സാധനം മാത്രമേ വാങ്ങാറുള്ളൂ. നമ്മളിപ്പോൾ ഈ വാങ്ങിയ എയർ ഫ്രയർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ അടി എങ്ങനെയോ പൊട്ടിപ്പോയിട്ടുണ്ട്, വല്ല നിലത്തി അടി താകാനാണ് ചാൻസ് കൂടുതൽ. ആദ്യം നമ്മുടെ എയർ ഫ്രയർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലത്തെ ഡോർ ഓപ്പൺ ചെയ്ത ശേഷം ഉള്ളിൽ നിന്നും ട്രേ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തിട്ട് ഉള്ളിലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഒരു ബ്രഷ് ഉപയോഗിച്ച് ആദ്യം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ എയർ ഫ്രയറിൻ്റെ ഹീറ്റും ടൈമും എല്ലാം കൺട്രോൾ ചെയ്യണതെല്ലാം മാനുവൽ ടൈപ്പ് കൈകൊണ്ട് തിരിച്ചുള്ളതുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ റീപ്ലേസ് ചെയ്യാനാണെങ്കിലും അധികം കാശൊന്നും ആവില്ല, നമുക്ക് തന്നെ ചെയ്തെടുക്കാനും സാധിക്കും. ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉള്ളിലെല്ലാം നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് വീണ്ടും ക്ലീൻ ചെയ്ത് എടുക്കണം. ഈ ടൈമും ഹീറ്റൊക്കെ കൺട്രോൾ ചെയ്യണ നോബിൻ്റെ ഉള്ളിലെല്ലാം മണൽത്തരി പോലെ കയറിയിരിക്കുമായിരുന്നു. അതെല്ലാം അഴിച്ച് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ടൈമറിൻ്റെ നോബിൻ്റെ ഉള്ളിലെല്ലാം ഒടിഞ്ഞിരിക്കുമായിരുന്നു, അതുകൊണ്ട് തിരിയാൻ കുറച്ച് പാടായിരുന്നു. അതെല്ലാം നമുക്ക് ഒട്ടിച്ച് റിപ്പയർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് സാനിറ്റൈസ് ചെയ്ത ശേഷം നമുക്കൊരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് വീണ്ടും ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത ശേഷം ഉള്ളിലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഈ കാണുന്ന നമ്മുടെ എയർ ഫ്രയറിൻ്റെ അകത്ത് ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇറച്ചിയിലുള്ള ഓയിൽ ഉരുകി ചേർന്ന് ചാടാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ഒരു ട്രേ ആണ്. അങ്ങനെ നമ്മുടെ എയർ ഫ്രയറിൻ്റെ അകത്ത് വെക്കുന്ന ട്രേയും എല്ലാം വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ എയർ ഫ്രയറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും പോകാത്ത രീതിക്ക് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. ഇനി നമ്മുടെ എയർ ഫ്രയർ പ്ലഗ് കുത്തി ഓൺ ആകുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാങ്ങാൻ പോയ സമയത്ത് സ്ക്രാപ്പ് ഷോപ്പിൽ അവിടെ വെച്ചൊന്നും ടെസ്റ്റ് ചെയ്തപ്പോൾ ഇടയ്ക്കൊന്ന് ഓണായി വന്നായിരുന്നു, പിന്നെ എന്ത് കാണിച്ചിട്ട് ഓണായില്ലായിരുന്നു. അങ്ങനെ പ്ലഗ് കുത്തി നോക്കിയിട്ടും ഓണായി വന്നില്ലായിരുന്നു. ഓണായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫാൻ കറങ്ങണ സൗണ്ടും അതുപോലെ ഫ്രണ്ടിലുള്ള ലൈറ്റും തെളിയണതും കാണാം. അപ്പോൾ ഇനി തട്ടിയിട്ട് മുട്ടിയിട്ട് ഒന്നും കാര്യമില്ല, നേരെ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ അഴിച്ച് നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് താഴെയുള്ള കവർ അഴിച്ചു മാറ്റാം. അഴിച്ചു മാറ്റാൻ വേണ്ടി ഏകദേശം 10 സ്ക്രൂവിൻ്റെ അടുത്താണുണ്ട്. അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഈ സ്ക്രൂകളൊക്കെ നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ മിസ്സായി പോകാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. വീണ്ടും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. ഇതിലെ സ്ക്രൂ എല്ലാം സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് അഴിക്കേണ്ടത്. സ്ക്രൂ എല്ലാം ലൂസ് ചെയ്ത് അഴിച്ചെടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ആ കവറിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് പോലെ കാണും. അവിടെ മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇങ്ങനെ തിക്കിയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ താഴത്തെ കവർ അഴിഞ്ഞു വന്നോളും. ആ കവർ അഴിച്ചെടുത്ത ശേഷം ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാം. ഇതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പവർ കേബിൾ വലിഞ്ഞ് വിട്ടു പോകാതെ നോക്കണം. ഇത് വർക്കാകാതെ വന്നപ്പോൾ പവർ കേബിൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പവർ കേബിളിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എയർ ഫ്രയർ ഒന്ന് ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഉള്ളിലുള്ള കവറും കൂടെ ഒന്ന് അഴിച്ചു നോക്കാം. അഴിക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റുമുള്ള സ്റ്റാർ ടൈപ്പുള്ള സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്തെടുക്കണം. ഈ കവറിൻ്റെ ചില സ്ക്രൂ ഒക്കെ അഴിക്കാൻ വേണ്ടി നീളമുള്ള ടൈപ്പ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വേണം. അങ്ങ് ഉള്ളിലാണ് സ്ക്രൂ ഇരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങണ മിക്ക എയർ ഫ്രയറിൻ്റെ തന്നെ ഡിജിറ്റൽ ടൈപ്പ് കൺട്രോൾസും ഡിസ്പ്ലേ ഒക്കെ ഉള്ള ടൈപ്പാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കവറും അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് അഴിച്ചു മാറ്റിയ ശേഷം ഉള്ളിലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ഉള്ളിലത്തെ കൺട്രോൾസൊക്കെ ഇരിക്കണതിൻ്റെ അവിടുത്തെ കവറും അഴിച്ചു മാറ്റാം. അത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് അഴിച്ചു മാറ്റണം. ഇതഴിക്കാനും കുറച്ച് ലെങ്തുള്ള സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ വേണം. സ്ക്രൂ എല്ലാം അഴിച്ച ശേഷം നമുക്ക് പയ്യെ കവർ ഇങ്ങനെ അകത്തി കുറച്ച് ഗ്യാപ്പ് വരുത്താം. ഇതിൻ്റെ കവറും അഴിച്ച ശേഷം ഉള്ളിലെല്ലാം ക്ലീൻ ചെയ്ത് ഇതിലേക്ക് വന്ന വയറുകളുടെ പിന്നുകളെല്ലാം റിമൂവ് ചെയ്ത് വീണ്ടും ക്ലീൻ ചെയ്ത് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ എയർ ഫ്രയറിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നോബിൻ്റെ അവിടെയെല്ലാം ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് WD-40 ഒക്കെ അടിച്ച ശേഷം നോക്കിയപ്പോൾ ഓക്കെ ആയിട്ട് വന്നു. നമ്മൾ അഴിച്ചെടുത്ത വയറുകളെല്ലാം വീണ്ടും അതാത് പിന്നുകളിലേക്ക് തന്നെ വീണ്ടും കണക്ട് ചെയ്തു. എയർ ഫ്രയറിൻ്റെ അടിയിൽ കുറച്ച് പൊട്ടിപ്പോയായിരുന്നു. അവിടെ നമുക്ക് ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഫ്ലക്സ് കിക്ക് മാത്രം വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ട് ഒട്ടാത്തതുകൊണ്ട് വെള്ളാരങ്കല്ല് തീരെ നൈസായിട്ട് പിടിച്ചതിൻ്റെ പൊടിയുടെ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്ത ശേഷമാണ് ഒട്ടിക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്ട്രോങ് ആയിട്ട് അവിടെ ഒട്ടിയിരുന്നോളും. ഇത് വളരെ വേഗത്തിൽ തന്നെ ഒട്ടുകയും ചെയ്യും. നമ്മുടെ എയർ ഫ്രയർ ഫുൾ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ലായിരുന്നു. അതാണ് പിന്നുകളെല്ലാം ഒന്ന് ലൂസ് ചെയ്ത ശേഷം വീണ്ടും കണക്ട് ചെയ്ത് നോക്കിയത്. ഇനി എന്തായാലും ഇതിൻ്റെ കവറുകളെല്ലാം ഫിറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം.
ഇതിൻ്റെ 3 കവറുകളാണ് നമ്മൾ അഴിച്ചെടുത്ത്. ഈ 3 ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതാത് സ്ക്രൂകൾ ഇട്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തെടുക്കണം. നടുക്കത്തെ കവറാണ് ആദ്യം നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് അതാത് സ്ക്രൂകൾ ഇട്ട ശേഷം നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ഈ കവർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഉള്ളിൽ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം, വയറുകളൊന്നും ഷോർട്ട് ആകാതെ കറക്റ്റായിട്ട് തന്നെ അല്ലേ ഇരിക്കണേന്ന് നോക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് രണ്ടാമത്തെ കവറും ഫിറ്റ് ചെയ്യാം. ഈ കവർ ഫിറ്റ് ചെയ്യുമ്പോഴാണ് സൈഡിലുള്ള ഡോറും അതിൽ ഫിറ്റ് ചെയ്യേണ്ടത്. എല്ലാം കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് സ്ക്രൂകൾ ടൈറ്റ് ചെയ്തെടുക്കാം. ചുറ്റിലുമുള്ള എല്ലാ സ്ക്രൂകളും കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്തെടുക്കണം. ഇതുപോലത്തെ ഒരു എയർ ഫ്രയറൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഇറച്ചി മാത്രം ഫ്രൈ ചെയ്തെടുക്കാനല്ല, അല്ലാതെ ഇപ്പോൾ നമുക്ക് ബേക്കറി ഐറ്റംസ്, പപ്സ്, സമോസ ഇതൊക്കെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണമെങ്കിലും ഇതിൽ കയറ്റാൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഹീറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ കവറും ഫുള്ളായിട്ട് തന്നെ സ്ക്രൂ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഏറ്റവും അവസാനം മഞ്ഞ താഴത്തെ കവറായ അതും അടച്ചെടുക്കാം. ഈ കവർ അടയ്ക്കുമ്പോഴും പവർ കേബിളിൻ്റെ കേബിളൊന്നും പുറത്തേക്ക് കിടക്കാത്ത രീതിക്ക് നോക്കി വെച്ച് വേണം. അങ്ങനെ പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ വയറ് കട്ടായി പോകും. ഏറ്റവും താഴെയുള്ള കവർ അടയ്ക്കുമ്പോഴും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ സ്ക്രൂകളും കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഇനി അടിപൊളി മേക്കിംഗ് വീഡിയോയും ഉടൻ തന്നെ വന്നതാണ്. മേക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ ഇനി ഫേസ്ബുക്ക് പേജിൽ ഗീവ് അവേ ആയിട്ട് കൊടുത്താലോ എന്നും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കവറെല്ലാം ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ പവർ കേബിൾ ഒന്നും കൂടെ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. പവർ കേബിൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല കേബിളായിരുന്നു. ലാസ്റ്റായിട്ട് കേബിളിൻ്റെ അവിടെ ഒരു ചെറിയ കവറുണ്ട്, അതിങ്ങടെ അടച്ച് സ്ക്രൂ ചെയ്തെടുത്തേക്കാം. അതിൽ 2 സ്ക്രൂ ആണുള്ളത്, 2 സ്ക്രൂവും ടൈറ്റ് ചെയ്തെടുക്കണം. എല്ലാം കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ എയർ ഫ്രയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ എയർ ഫ്രയറിൻ്റെ ടൈമർ സ്വിച്ചിൻ്റെ തിരിക്കണ നോബെല്ലാം പൊട്ടിയിരിക്കുമായിരുന്നു, അതെല്ലാം ഒട്ടിച്ചെടുത്ത് അടിപൊളിയായിട്ട് തന്നെ അതിൽ ഫിറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇറക്കി വെച്ചപ്പോൾ കറക്റ്റ് ലോക്കിലേക്ക് ചാടിയിരിക്കേണ്ട, ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടൈമർ സ്വിച്ച് തന്നെ ഓഫ് ആവുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ ഇത്ര സമയത്തേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തിരിഞ്ഞ് ഓഫ് ആവുന്ന മോഡൽ രീതിയിലുള്ള സ്വിച്ചാണ്. പവർ കേബിൾ പ്ലഗിൽ കുത്തി ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഓൺ ആകുന്നുണ്ടായിരുന്നു. അതിൽ ലൈറ്റ് എറിഞ്ഞേക്കണതും കാണാം. എയർ ഫ്രയർ ഓൺ ആകുമ്പോൾ തന്നെ ഫാൻ കറങ്ങുന്ന സൗണ്ടും കേൾക്കാൻ പറ്റും. നമ്മുടെ എയർ ഫ്രയർ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ചിക്കൻ വയ്ക്കാൻ വേണ്ടിയുള്ള നെറ്റ് പോലത്തെ ട്രേയും നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ അധിക സാധനമൊന്നും കൊള്ളില്ല, നമ്മുടെ അത് ട്രേ ഫുള്ളായിട്ട് വെക്കാൻ പറ്റും. ചിക്കൻ വെച്ച ശേഷം ഡോറ് തുറന്ന് നമുക്ക് എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് ആ ട്രേ കയറ്റി വയ്ക്കാം. ഉള്ളിലേക്ക് ട്രേ വെച്ച ശേഷം നമുക്ക് ഡോറ് കറക്റ്റായിട്ട് തന്നെ അടച്ചെടുക്കണം. ശേഷം നമ്മുടെ എയർ ഫ്രയർ ഓൺ ചെയ്ത് ടൈമറും സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറും സെറ്റ് ചെയ്യണം. ഇതിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കി കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹീറ്റായിട്ട് ഇരിക്കാനുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് അതിലേക്ക് വെച്ച് ഓൺ ചെയ്യാം. ഇതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നോബ്. 80 to 200 വരെയാണ് ഉള്ളത്. എയർ ഫ്രയറിൻ്റെ ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോബ് ഇതായിരുന്നു. ഇതിൽ കറക്റ്റ് എഴുതിയേക്കണത് വായിക്കാൻ പറ്റണില്ല, എന്നാലും നമ്മൾ ഏകദേശം വെച്ചാണ് ചെയ്തത്. ഇനി നമ്മുടെ എയർ ഫ്രയറിൽ വെച്ച ചിക്കൻ എന്തായെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ ഫ്രൈ ആയി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ വെക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് അറിയണം, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ടൈം വെച്ച് നമ്മൾ അതിൽ നിന്നും എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലത്തെ ഒരു എയർ ഫ്രയർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഒരു തുള്ളി ഓയിൽ വരെ ഉപയോഗിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇറച്ചി എന്തും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നാണ്.